ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് യുഎസിൻ്റെ എതിർപ്പിന് കാരണം. ഈ എണ്ണപ്പണം ഉപയോഗിച്ചാണ് യുക്രൈനിൽ റഷ്യ ആക്രമണം നടത്തുന്നത് എന്ന ബാലിശമായ ആരോപണം യുഎസ് ഉയർത്തിയിരുന്നു. യുക്രൈനിൽ നടക്കുന്നത് മോദി യുദ്ധമെന്ന് പോലും യുഎസ് വിമർശിച്ചു. എന്നാൽ കൗതുകമുള്ളൊരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നു. യുക്രൈനിലേക്ക് ഏറ്റവും അധികം ഡീസൽ വിതരണം ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. റഷ്യൻ എണ്ണ വാങ്ങിക്കൂട്ടുന്നതിൻ്റെ പേരിൽ ഇന്ത്യയ്ക്കുമേൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കനത്ത തീരുവ ഉൾപ്പെടെ കടുത്ത നടപടികളെടുത്തു. അതേ റഷ്യൻ എണ്ണ സംസ്കരിച്ച് ലഭിക്കുന്ന ഡീസലാണ് ഇന്ത്യയിൽ നിന്ന് യുക്രൈൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങൾ വാങ്ങുന്നത്. ഈ ജൂലൈയിൽ പ്രതിദിനം ശരാശരി 2700 ടൺ ഡീസലാണ് ഇന്ത്യ യുക്രൈന് വിതരണം ചെയ്തത്. 2024 ജൂലൈയിൽ ഇന്ത്യയുടെ വിഹിതം വെറും 1.9%. നിലവിലെ റഷ്യ യുക്രൈൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ തുർക്കി, റൊമേനിയ എന്നിവ വഴിയാണ് ഇന്ത്യ യുക്രൈനിൽ ഡീസൽ എത്തിക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ശിക്ഷയായി ട്രംപ് ഇന്ത്യയ്ക്കുമേൽ ചുമത്തിയ 25% ഉൾപ്പെടെ മൊത്തം 50% ഇറക്കുമതി തീരുവ ഓഗസ്റ്റ് 27 പ്രാബല്യത്തിൽ വന്നിരുന്നു. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യ വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്ത് മറിച്ചു വിൽക്കുകയും ലാഭമുണ്ടാക്കുകയും ചെയ്യുന്നുവെന്നാണ് യുഎസിൻ്റെ ആരോപണം. അതുവഴി റഷ്യയുടെ യുദ്ധത്തിന് ഇന്ത്യയാണ് സാമ്പത്തിക പിന്തുണ നൽകുന്നതെന്നും യുഎസ് ആരോപിച്ചിരുന്നു. യുക്രൈനിൽ നടക്കുന്നത് മോദിയുടെ യുദ്ധമെന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ പറഞ്ഞത്. റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒഴുകുന്നത് ബ്ലഡ് ഓയിൽ ആണെന്നും യുഎസിൻ്റെ ഡോളർ റഷ്യയ്ക്ക് നൽകിയാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്നതെന്നും അത് യുഎസിന് അംഗീകരിക്കാനാവില്ലെന്നും നവാരോ പറഞ്ഞിരുന്നു. ട്രംപ് പ്രഖ്യാപിച്ച 50% ഇറക്കുമതി തീരുവ ഒഴിവാക്കണമെങ്കിൽ ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തണമെന്നും നവാരോ ആവശ്യപ്പെട്ടിരുന്നു. അതിനിടെ മറ്റൊരു റിപ്പോർട്ട് വന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിനെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും കാണുന്നതിന് മുന്നോടിയായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചിരിക്കുന്നു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം തീർക്കാനുള്ള ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് മോദി സെലൻസ്കി അറിയിച്ചു. അമേരിക്കയിൽ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ സെലൻസ്കി മോദിയോട് പറഞ്ഞു. അമേരിക്ക ഇടപെട്ടുള്ള ചർച്ചകൾക്ക് ശേഷവും റഷ്യ യുക്രൈനിൽ ആക്രമണം തുടരുകയാണെന്ന് സെലൻസ്കി ചൂണ്ടിക്കാട്ടി. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ നടക്കുന്ന ചർച്ചകളിൽ വിഷയം ഉന്നയിക്കുമെന്ന് മോദി ഉറപ്പു നൽകിയതായി സെലൻസ്കി വ്യക്തമാക്കി. തിങ്കളാഴ്ചയാണ് മോദി പുടിൻ കൂടിക്കാഴ്ച. അതേസമയം യുക്രൈൻ യുദ്ധത്തിന് ഇന്ത്യയെ അകാരണമായി കുറ്റപ്പെടുത്തരുതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. നിലപാട് യൂറോപ്യൻ നേതാക്കളെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. സംഘർഷത്തിനെതിരായ നിലപാടാണ് എന്നും ഇന്ത്യ സ്വീകരിക്കുന്നതെന്നും ജയശങ്കർ പറഞ്ഞു. ഫിൻലാൻഡ് വിദേശകാര്യമന്ത്രിയുമായി എസ് ജയശങ്കർ ഇത് സംബന്ധിച്ച് സംസാരിച്ചു. യുക്രൈൻ യുദ്ധം മോദിയുടെ യുദ്ധമാണെന്ന അമേരിക്കൻ ആരോപണം ചെറുക്കാനാണ് ഇന്ത്യയുടെ ശ്രമം. അതിനിടയിലാണ് സെലൻസ്കിയെ മോദി വിളിച്ചതും വിഷയത്തിൽ ഇടപെടാമെന്ന് ഉറപ്പു നൽകിയതും. യുഎസ് ആരോപിക്കുന്ന മോദി യുദ്ധം അവസാനിപ്പിക്കാൻ മോദി തന്നെ ഇടപെടുകയാണിപ്പോൾ.